ഗള്ളിയങ്കാട്ട് നീലിയെ പൂജിക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ച് അറിയാം. പഴയ തിരുവിതാംകൂറിന്റെ തെക്കേ അറ്റമായ നാഗർകോവിലിന് സമീപം പഴകഞ്ഞൂർ എന്ന പ്രദേശത്ത് കാർവേണി എന്നൊരു ദേവദാസി സ്ത്രീ താമസിച്ചിരുന്നു. കാർവേണിയുടെ പുത്രിയായിരുന്നു അതിസുന്ദരിയായ അല്ലി. അവൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പിയുമായി പ്രണയത്തിൽ ആവുകയും തുടർന്ന് അവർ വിവാഹിതരാവുകയും ചെയ്തു. എന്നാൽ ദുർനടപ്പുകാരനും പരസ്ത്രീ തൽപരനുമായ നമ്പി പണം മോഹിച്ചു മാത്രമായിരുന്നു അല്ലിയെ വിവാഹം ചെയ്തത്. മരുമകന്റെ ഈ ദുർനടപ്പിനെക്കുറിച്ച് അറിയാൻ ഇടയായ കാർവേണി നമ്പിയെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഇത് കണ്ട അല്ലി തന്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെ ഭർത്താവിനോടൊപ്പം വീടുവിട്ടിറങ്ങി. അവർ അങ്ങനെ കള്ളിയങ്കാട് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അല്പനേരം വിശ്രമിച്ചു. ക്ഷീണിതയായ അല്ലി ഭർത്താവിന്റെ മടിയിൽ തലവെച്ചുറങ്ങി. നമ്പി തന്റെ തനി സ്വരൂപം പുറത്തെടുത്തു. അല്ലി നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയ നമ്പി കൂർത്ത കരിങ്കല്ലുകൊണ്ട് അവളെ തലക്കടിച്ചു കൊന്ന ശേഷം നമ്പി ആഭരണങ്ങളുമായി കടന്നുകളഞ്ഞു. തുടർന്ന് പ്രതികാരദാഹിയായ അല്ലിയുടെ ആത്മാവ് നീലിയായി പുനർജനിക്കുകയും താൻ കൊല ചെയ്യപ്പെട്ട കള്ളിയങ്കാട്ടിൽ വാസം ഉറപ്പിക്കുകയും ചെയ്തു. കാലങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് പത്മനാഭപുരത്തേക്ക് പോകുന്നത് ഒരു കാട്ടിലൂടെ ആയിരുന്നു. ഒരിക്കൽ അവിടെ ഒരു യക്ഷി സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ അതിലെ യാത്ര ചെയ്യുന്നവരെ സമീപിച്ച് രക്തം കുടിച്ചു കൊന്നു കളയുമായിരുന്നു. യക്ഷിയുടെ ശല്യത്താൽ വലഞ്ഞ നാട്ടുകാർ പല മന്ത്രവാദികളെ കൊണ്ടുവന്നെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഒടുവിൽ കടമറ്റത്ത് ചെന്ന് കത്തനാരോട് സഹായം തേടി. അങ്ങനെ കത്തനാർ വനത്തിലെത്തി. പതിവ് വേഷത്തിൽ യക്ഷി അദ്ദേഹത്തിന്റെ അടുക്കലെത്തി. ഒരൽപ്പം ചുണ്ണാവ് തരാമോ എന്ന് ചോദിച്ചു. കത്തനാർ ഒരു ആണി അവളുടെ നെറ്റിയിൽ തറയ്ക്കുകയും ചെയ്തു. കത്തനാർ അവിടെ നിന്ന് യാത്ര തിരിച്ചപ്പോൾ ഒരു ദാസിയെ പോലെ യക്ഷിയും പിന്നാലെ നടന്നു. അങ്ങനെ അവർ കായംകുളത്തുള്ള അദ്ദേഹത്തിന്റെ ബന്ധുവീട്ടിലെത്തി. അവിടെ ഒരു വൃദ്ധ തനിച്ചായിരുന്നു താമസം. വൃദ്ധയുടെ ആവശ്യപ്രകാരം ഒരു സഹായിയായി അവളെ അവിടെ നിൽക്കാൻ അദ്ദേഹം അനുവദിച്ചു. ക്ഷീണിതയായ അവളുടെ തലമുടി ചീകുന്നതിനിടയിൽ കത്തനാർ തറച്ച ആണി വൃദ്ധ കാണുകയും അവർ അത് വലിച്ചൂരുകയും ചെയ്തു. പെട്ടെന്ന് അവൾ അപ്രത്യക്ഷയായി. ഇതറിഞ്ഞ് യക്ഷിയെ അന്വേഷിച്ചിറങ്ങിയ കത്തനാർ മാനാർ ഭാഗത്ത് വെച്ച് യക്ഷി ഒരു തോണിയിൽ കയറി പനയനാർക്കാവ് കടവിൽ എത്തിയത് കണ്ടു. മന്ത്രശക്തി കൊണ്ട് യക്ഷിയുടെ യാത്ര മുടക്കിയ കത്തനാർ ഒരു വാഴയിലയിൽ കയറി കടവിൽ എത്തുകയും ജനങ്ങളെ ഉപദ്രവിക്കില്ല എങ്കിൽ മാത്രം വിട്ടേക്കാം എന്ന് പറയുകയും ചെയ്തു. യക്ഷി അത് സമ്മതിച്ച് അവിടെ താമസമായി. ഇന്നും പരുമല പനയനാർക്കാവ് ക്ഷേത്രത്തിൽ ദൈവസങ്കല്പമായി ഈ യക്ഷിയെ കുടിയിരുത്തിയിരിക്കുന്നു.